നമ്മുടെ നാടിൻ്റെയും യുവതലമുറയുടെയും നാളെയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ സന്ധിയില്ലാത്ത യുദ്ധപ്രഖ്യാപനവുമായിട്ടാണ് കേരള പോലീസ് മുന്നോട്ടു പോകുന്നത്. തൃശൂർ റേഞ്ചിന് കീഴിൽ ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായ നടപടികളുമായി പുരോഗമിക്കുകയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന തൃശൂർ റേഞ്ചിൽ ലഹരി കച്ചവടക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനൊരുങ്ങുകയാണ് പോലീസ്. കേവലം അറസ്റ്റുകളിലോ കേസുകളിലോ ഒതുങ്ങുന്നതല്ല തൂഫാന്റെ കീഴിലുള്ള പോലീസ് നടപടികൾ. സമൂഹത്തെ നശിപ്പിച്ച ലഹരി മാഫിയ സമ്പാദിച്ചു കൂട്ടിയ കോടികളുടെ അവിഹിത സ്വത്തുകൾ പൂർണ്ണമായും കണ്ടുകെട്ടാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. റേഞ്ചിന് കീഴിലെ സ്ഥിരം ലഹരിക്കടത്തുകാരെയും മാഫിയ തലവന്മാരെയും കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ ആരംഭിച്ചുവെന്ന് തൃശൂർ റേഞ്ച് DIG നാരായണൻ ടി പറഞ്ഞു. ഇത്തരത്തിലുള്ള ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെയുള്ള നിയമ നടപടികൾ എല്ലാ ജില്ലകളിലും ഏറ്റവും ശക്തമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നു. അവർക്കെതിരെ കരുതൽ തടങ്കൽ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വത്ത്, ഇത്തരത്തിലുള്ള ലഹരി കച്ചവടം നടത്തി സമ്പാദിച്ചിരിക്കുന്ന സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് സമൂഹത്തിന്റെ പൊതുവായ കടമയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ, പ്രത്യേകിച്ച് സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒപ്പം നിർത്തിക്കൊണ്ട് തൂഫാൻ വാരിയേഴ്സ് എന്ന ജനകീയ പ്രതിരോധ നിരക്കാണ് പോലീസ് രൂപം നൽകുന്നത്. സമൂഹത്തിൻ്റെ നാനാ വിഭാഗത്തിലുള്ളവരുമായി കൈകോർത്ത് അവരെ തൂഫാൻ വാരിയേഴ്സാക്കി, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, സമൂഹത്തിൻ്റെ പല ശ്രേണിയിലുള്ളവരെ എല്ലാവരുമായി ചേർന്ന് അവരെ തൂഫാൻ വാരിയേഴ്സാക്കി ഈ ഓപ്പറേഷൻ തൂഫാനിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയുടെ വ്യാപനം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നതിനുള്ള നടപടികൾ, ശക്തമായിട്ടുള്ള നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം തൂഫാൻ ദിനമായി ആചരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സേന. അന്ന് എല്ലാ പ്രദേശങ്ങളിലും വിപുലമായ ബോധവൽക്കരണ ക്യാമ്പുകളും ലഹരി വിരുദ്ധ പ്രതിജ്ഞകളും സംഘടിപ്പിക്കും. ലഹരിയുടെ വ്യാപനം പൂർണ്ണമായും തുടച്ചു നീക്കി വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു നാട് സമ്മാനിക്കുക എന്ന ദൗത്യവുമായി പോലീസ് മുന്നോട്ടു പോവുകയാണെന്നും തൃശൂർ റേഞ്ച് DIG വ്യക്തമാക്കി. ലഹരിയുടെ വിഷപ്പുകയിൽ നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കൾ കരിഞ്ഞു പോകാതിരിക്കാൻ ഈ കൊടുങ്കാറ്റ് അനിവാര്യമാണ്. നിയമത്തിന്റെ ഉരുക്കുമുഷ്ടിയും ജനങ്ങളുടെ കാവലാളും ഒന്നാകുമ്പോൾ ലഹരിയുടെ വേരുകൾ ഈ മണ്ണിൽ നിന്നും അറ്റുവീഴുക തന്നെ ചെയ്യും. ലഹരിയുടെ ഇരുണ്ട ലോകത്തേക്ക് വഴിതെറ്റിപ്പോകുന്ന ഒരൊറ്റ ജീവിതം പോലും ഇനി ഈ മണ്ണിൽ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തോടെ ഓപ്പറേഷൻ തൂഫാൻ മുന്നേറുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.